വാർത്താ സമ്മേളനത്തിന് ഇനി 3/4 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇൻഫർമേഷൻ വാർ കൂടിയാണ്. പല തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിലെല്ലാം നമ്മൾ വീഴാതെ കൃത്യമായ വാർത്തകൾ നൽകി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ 10 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനം അത് വളരെ നിർണായകമാണ്. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട്, ഇന്നലെ രാത്രി എന്തൊക്കെ സംഭവിച്ചു, അതിന്റെ നിർണായകമായ വിവരങ്ങൾ നമ്മൾ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, എന്തൊക്കെയാണ് ഇന്നലെ രാത്രി 8:30 മുതൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശത്ത് നടന്നത് എന്നത് സംബന്ധിച്ച വളരെ കൃത്യമായ വിവരങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉണ്ടാവും. കാരണം എത്ര മിസൈലുകൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചു, ഡ്രോണുകൾ എത്ര വന്നു, അതൊക്കെ നമ്മൾ തകർത്തത് എങ്ങനെയാണ്, ഏതെങ്കിലും നിലയിൽ നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം 2 പാകിസ്ഥാന്റെ പൈലറ്റുമാർ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ആരൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തിന് മുന്നിലാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ അതിർത്തിയിൽ സ്വീകരിച്ച നടപടികൾ, അത് മാത്രവുമല്ല ആ നടപടികൾ എടുത്തപ്പോൾ നമുക്ക് ഏതെങ്കിലും നിലയിൽ നമ്മുടെ ആർക്കെങ്കിലും, നമ്മുടെ സിവിലിയന്മാർക്കോ നമ്മുടെ പട്ടാൾക്കാർക്കോ പരിക്കേറ്റിട്ടുണ്ടോ, പാകിസ്ഥാന്റെ ഭാഗത്ത് എന്തൊക്കെ നാശം വിതയ്ക്കാൻ നമുക്ക് സാധിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സേനാ മേധാവിമാർ ഇപ്പോൾ പ്രതിരോധ മന്ത്രിയെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുക. എന്തായാലും ഈ മേഖലയിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഇടമാണിത്. ഇവിടെ നേരത്തെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ ശക്തമാണ്. ഇപ്പോൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യം എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനത്തെ നേരിടുന്നത്, എങ്ങനെയാണ് നമ്മുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാനുള്ള പ്ലാനുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനൂപിത, ഇപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. CNN നൽകിയ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ വിനയ് കവാത്രയുടെ ഒരു പ്രതികരണം ഇപ്പോൾ CNN നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഞങ്ങൾ യുദ്ധത്തിലാണ്, അത് ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ യുദ്ധം അത് തീവ്രവാദത്തിനെതിരെയാണെന്ന് പറയുന്നു ഇന്ത്യയുടെ അംബാസിഡർ. ലോകം ശ്രദ്ധിക്കണം. കാരണം 3 പതിറ്റാണ്ടായി പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തി വലുതാക്കുകയാണ്. ആ വിഷത്തെ പാലൂട്ടി വളർത്തുകയാണ് പാകിസ്ഥാൻ. അതിൽ ലോകം കൂടി ശ്രദ്ധിക്കണം, ജാഗ്രതയോടുകൂടി ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്നത് ഇന്ത്യയുടെ അംബാസിഡർ വിനയ് കവാത്ര പറയുകയാണ്. CNN നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചോദ്യത്തിൽ ചോദിക്കുന്നുണ്ട് ഈ ജമ്മു കശ്മീരിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ജമ്മു കശ്മീരിൽ പ്രശ്നങ്ങളില്ല, അത് ഞങ്ങളുടെ ഭാഗമാണ്, ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ എടുത്ത പാക് ഓക്യുപ്പൈഡ് കശ്മീരിൽ, പാക് അധീന കശ്മീരിൽ മാത്രമാണ് പ്രശ്നങ്ങളുള്ളത്. അത് പാകിസ്ഥാൻ നിരന്തരമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്നും വിനയ് കവാത്ര പറയുന്നുണ്ട്. അതെ, ലോകരാജ്യങ്ങളുടെ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഇന്ത്യ നടത്തുന്ന നടപടികൾക്ക് നേരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നേരത്തെ തന്നെ ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ തന്നെ പല വിദേശ മന്ത്രിമാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടി അത് ഭീകരവാദത്തിനെതിരെയാണ് എന്നാണ് ഇന്ത്യ ഈ ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ലോകരാജ്യങ്ങളും നമ്മുടെ രാജ്യത്തിനൊപ്പം അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, അതിലും അപ്പുറത്തേക്ക് കൂടുതൽ രാജ്യങ്ങളെ ഇന്ത്യയുടെ നടപടിക്കൊപ്പം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി തന്നെ ഇടപെടലുകൾ വളരെ ശക്തമായി ഇന്ത്യ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറുടെ പ്രതികരണം വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ രൂക്ഷമായ സംഘർഷത്തിൽ പാകിസ്ഥാൻ പറയുന്ന കാര്യം, ഞങ്ങളുടെ സിവിലിയന്മാരെ ഇന്ത്യ ആക്രമിച്ചു, ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്നാണ് ലോകത്തോട് പാകിസ്ഥാൻ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഭീകരവാദത്തിനെതിരെയാണ് ഇന്ത്യയുടെ നടപടി. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഈ ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം അണിനിരക്കണം എന്ന ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെക്കുകയാണ്. അത് അമേരിക്കയിൽ മാത്രമല്ല, എല്ലാ ലോകരാജ്യങ്ങളിലുമുള്ള ഇന്ത്യയുടെ പ്രതിനിധികൾ അതത് രാജ്യങ്ങളിൽ ഇക്കാര്യം പറയുന്നുണ്ട്.